ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നമുക്ക് എങ്ങനെ വീട്ടിൽ മോയ്സ്ചറൈസർ തയ്യാറാക്കാമെന്നാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം പറയാം, നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്പർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു മോയ്സ്ചറൈസറാണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഒരു 12 വയസ്സ് മുതൽ മുകളിലേക്കുള്ള പ്രായക്കാർക്ക് എല്ലാവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെ ഈ മോയ്സ്ചറൈസർ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വന്നിട്ട് നമുക്ക് നന്നായിട്ട് സ്കിൻ മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനും, അതുപോലെ തന്നെ നമുക്ക് മുഖത്ത് എന്തെങ്കിലുമൊക്കെ കറുത്ത പാടുകൾ, ടാൻ, ബ്ലെമിഷസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും, അതുപോലെ തന്നെ സ്കിൻ നല്ലൊരു ഗ്ലോയും നല്ലൊരു ബ്രൈറ്റ്നസ്സും ഒക്കെ നമുക്ക് തരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ വന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഫ്രഷ് അലോവേര ജെല്ലാണ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ മാക്സിമം ഒരു 15 ദിവസം വരെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും. അതല്ല നമ്മൾ റെഡിമെയ്ഡായിട്ടുള്ള അലോവേര ജെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 മന്തോളമൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിട്ട്. പിന്നെ വന്നിട്ട് അലോവേര ജെല്ല് ഫ്രഷാണ് എടുക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1 മന്തൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ തണുത്ത മോയ്സ്ചറൈസർ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ്. നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് ടൈറ്റൻ ചെയ്യാനും, അതുപോലെ തന്നെ പോഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഷ്രിങ്ക് ചെയ്യാനും ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു മോയ്സ്ചറൈസർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ ഓൺ ഓപ്ഷൻ കൊടുക്കുക. എങ്കിലാണ് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടെയ്നറിലാണ് തയ്യാറാക്കാൻ പോകണമെങ്കിൽ ആ ഒരു കണ്ടെയ്നർ, അതായത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു ഡെപ്പ ഉണ്ടല്ലോ, ആ ചെപ്പിനകത്ത് എടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അധികം വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് എടുക്കുന്നത് കേട്ടോ. അത് 1 ടേബിൾ സ്പൂണോളം എടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും കിട്ടും. ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ എന്തായാലും ഞാൻ താഴത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളം മാത്രമേ എടുക്കുന്നുള്ളൂ ഗ്ലിസറിൻ. അപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ എടുക്കാം കേട്ടോ. അപ്പം അത് നമ്മുടെ സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ 1 ടീസ്പൂണും, ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും ഒക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റാണ്. അതിന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പം വൈറ്റമിൻ ഇ ടാബ്ലറ്റ് മസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. 10-15 രൂപ കൊടുക്കുമ്പോൾ കിട്ടും ഒരു സ്ട്രിപ്പ്. അപ്പോൾ ഒരെണ്ണം മതിയാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലേക്ക് 1 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്നാണ് ആ ഒരു അനുപാതത്തിലെടുക്കാം. അപ്പോൾ ആ ഒരു അനുപാതം ഓർമ്മിച്ച് വെച്ചാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ എങ്കിൽ നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 തരികളോളം കുങ്കുമപ്പൂവിൻ്റെ അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്, ഇതളുകൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പം ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് 1/2 ടീസ്പൂണോളം ആൽമണ്ട് ഓയിലും, ഡ്രൈ സ്കിന്നുള്ളവർക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ സ്കിന്നുള്ളവർ കേട്ടോ. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. അപ്പോൾ ഇതും നമ്മുടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ വൈറ്റൻ ചെയ്യാനായിട്ടും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ആൽമണ്ട് ഓയിലൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ കാണിച്ച എല്ലാ പ്രോഡക്റ്റും സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന അനുസരിച്ച് ഇതിന് നല്ലൊരു വൈറ്റ് കൺസിസ്റ്റൻസി വരും. അപ്പോൾ അത് പിന്നെ ഒരു യെല്ലോയിഷ് ടിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ ആ ഒരു കുങ്കുമപ്പൂവിൻ്റെ കളറാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ വൈറ്റമിൻ ഇയുടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് മതിയാവും. ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പം ഞാനിവിടെ എൻ്റെ അടുത്ത് ഏകദേശം ഒരു 4ഓളം എസൻഷ്യൽ ഓയിലുണ്ട്. ഒന്ന് നമ്മൾ വെട്ടിപ്പറൻ്റെത്, ഒന്ന് ടീ ട്രീ, പിന്നെ ഒന്ന് ലാവൻഡർ, പിന്നെ ഒരു ജോജോബ ഓയിലുമാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിലാണ് കേട്ടോ. വെട്ടുപേറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കുക. ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല വേണമെന്ന്. അപ്പോൾ ഞാൻ 2 ഡ്രോപ്പ്, അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ്. അപ്പോൾ അധികമാണ് എടുക്കുന്നതെങ്കിൽ പോലും മാക്സിമം നമുക്ക് ഒരു ഫില്ലറൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. മാക്സിമമാണ്, അതിൽ കൂടുതൽ എടുക്കാനേ പാടില്ല കേട്ടോ. ഞാനൊരു 2 ഡ്രോപ്പേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരുവം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അലോവേര ജെല്ല് എടുക്കുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ലിന് എടുക്കാം കേട്ടോ. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല.
അപ്പോൾ നാച്ചുറലായിട്ടുള്ള അലോവേറ ജെൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വൈറ്റ് കൺസിസ്റ്റൻസി വരണമെന്ന് നിർബന്ധം ഇല്ല. എന്നിരുന്നാലും നമുക്ക് ഒരുവിധമൊക്കെ നമുക്ക് അങ്ങനെ വരും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ബ്ലെൻഡാക്കി എടുക്കണം. കാരണം നമുക്ക് ആ ഒരു റിസൾട്ട് ഈ ഒരു ബ്ലെൻഡിങ്ങിലും കൂടിയാണ് ഇരിക്കുന്നത്. എന്നിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്ത ഒരു കണ്ടെയ്നർ എടുത്ത് അതിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നറിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പാത്രത്തിൽ തന്നെ എടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് മോയ്സ്ചറൈസർ തയ്യാറാക്കിയെന്നുള്ളത്. ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഒരുപാട് അതിനനുസരിച്ച് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള തരത്തിലുള്ള മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടി അധികത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, സ്കിൻ പ്രോബ്ലംസ്. പ്രത്യേകിച്ച് സ്കിന്നൊക്കെ ഇങ്ങനെ നന്നായിട്ട് വലിഞ്ഞ് മുറുകി എന്താണ് പൊരിഞ്ഞ് ഇളകുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓയിലി സ്കിൻ ആരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഉണ്ടല്ലോ, അപ്പോൾ അതില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ അളവ് കുറച്ചും കൂടി ഒന്ന് കുറച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നോർമൽ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാണിച്ച ആ ഒരു അനുപാതത്തിൽ എടുത്തോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്. കുറച്ചും കൂടി വേണമെങ്കിൽ ലൂസ് കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാനുണ്ടാക്കാം. ഫേസിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വേണ്ട. നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു ക്രീം ഫോമിൽ മാത്രം മതിയാവും. പിന്നെ അതേപോലെ തന്നെ സ്കിൻ വൈറ്റൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കുങ്കുമപ്പൂ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട. അതേപോലെ തന്നെ നമ്മൾ പാരബൻ ഫ്രീ ആയിട്ടുള്ള അലോവേര ജെൽ എടുക്കുക. അപ്പോൾ പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓൾറെഡി ഇതിനകത്ത് കുറച്ച് പാരബൻ ഉണ്ട്. പാരബൻ ഫ്രീ ആയിട്ടുള്ള 2-3 അലോവേര ജെല്ലിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് നോക്കുക, അഫോർഡബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വാങ്ങുക. എനിക്ക് തോന്നുന്നു ബെഞ്ചാരാസിൻ്റെയൊക്കെ ആണെങ്കിൽ പാരബൻ ഫ്രീ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതേപോലെ തന്നെ മാർക്കറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ മോയ്സ്ചറൈസർ ഇതാകുന്നുണ്ട്. നല്ലൊരു ക്രീം ഫോമിലാണുണ്ടോ. സാധാരണ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഒക്കെയാണോ അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആഗ്നേ പ്രോൺ സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീ ട്രീയുടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പിമ്പിൾസുള്ള ആ ഒരു ടെൻഡൻസിയൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും നമുക്ക്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ എന്ത് ഫേസ് പാക്ക് ആയിക്കോട്ടെ, എന്ത് ക്രീം ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ നെക്കിലേക്കും അതുപോലെ തന്നെ നമ്മൾ ചെവിയിലേക്കും നമ്മൾ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് നമ്മളിത് എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു നനവോടുകൂടി നമ്മൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. നല്ലൊരു ഗ്ലോയാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാണ്ടോ കാണുമ്പോൾ അറിയണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തു. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്നുണ്ട്, നല്ലൊരു ഗ്ലോയിങ് കിട്ടും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കുക. മുഖത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പാടുകളുണ്ടെങ്കിൽ പിമ്പിൾസിനെയൊക്കെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യും. ചില സ്കിൻ ടൈപ്പിന് ചിലപ്പോൾ പിമ്പിൾസ് വരുമായിരിക്കും, കാരണം ഇതിനകത്ത് ഓയിലിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഇത് സ്യൂട്ടാണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഏത് പ്രോഡക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ പാടുകളൊക്കെ മാറി, നല്ല ബ്ലെമിഷസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറി, ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി, കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് റിമൂവ് ആവാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. ഇതിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഉണ്ട്, ഇല്ലാത്തവർക്ക് ആ പ്രോഡക്റ്റൊക്കെ സ്കിപ്പ് ചെയ്യാം. അത് വെച്ചിട്ട് ബാക്കിയുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. അതേപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് ജസ്റ്റ് ഒന്ന് ആ ഒരു പീസ് കട്ട് ചെയ്ത് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അത് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസറിന് തുല്യമാണ്. അത് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് സ്കിന്നൊന്ന് യങ്ങാക്കി വെക്കാനും അതേപോലെ തന്നെ പാടുകളൊക്കെ മാറാനും ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് മാത്രം പുരട്ടിയാൽ തന്നെ. അപ്പോൾ നമുക്ക് അലോവേര ജെല്ലിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ ടീയുടെ മോയ്സ്ചറൈസർ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിൻ്റെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും